ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. രാത്രി മുഴുവൻ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്നാണ് നമ്മളിവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം സൈന്യത്തിൻ്റെ ആളുകൾ ഇന്നലത്തേതിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. പാലം നിർമ്മാണം ഉച്ചയാകുമ്പോഴേക്കും പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഏതാണ്ട് ഉച്ചയാകുമ്പോഴേക്ക് തന്നെ പൂർത്തിയാകും എന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ പറയാൻ കഴിയും. പാലം നിർമ്മാണം പൂർത്തിയായാൽ കൂടുതൽ ആളുകളെയും യന്ത്രസാമഗ്രികളും ഈ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താനാകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നലെ മനുഷ്യസാധ്യമായ രീതിയിലൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു മുണ്ടക്കൈ മേഖലയിൽ. പക്ഷേ പലയിടത്തും വലിയ രീതിയിൽ ആൾപ്പൊക്കത്തിൽ മണ്ണ് കൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ യന്ത്രസഹായമില്ലാതെയുള്ള തെരച്ചിലിന് പരിമിതികളുണ്ടായിരുന്നു. പലയിടത്തും വീടിന് മുകളിൽ വരെ മണ്ണും ചെളിയും അത്രയും ഉയരത്തിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകൾക്ക് പിക്കാസോ മൺവെട്ടിയൊക്കെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. വീടിൻ്റെ കോൺക്രീറ്റ് സ്ലാബൊക്കെ കട്ട് ചെയ്ത് വേണം ഈ പല വീടിനകത്തും തെരച്ചിൽ നടത്തണമെങ്കിൽ. അതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലം പണി പൂർത്തിയാകുന്നത് തെരച്ചിൽ കുറച്ചുകൂടി സുഗമമാക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, തീർച്ചയായും ആ പുഞ്ചിരിമട്ടത്തേക്കൊക്കെ ആളുകൾക്ക് എത്തേണ്ടതുണ്ട്, രക്ഷാപ്രവർത്തകർക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ബെയിലി പാലത്തിലാണ് ഇന്ന് നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും. ഉച്ചയോടുകൂടി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അതോടുകൂടി മുണ്ടക്കൈയിലേക്കും അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടത്തേക്കുമൊക്കെ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. ഇന്ന് മുഖ്യമന്ത്രി കൂടി അവിടേക്ക് എത്തുകയാണ്, ദുരന്തമുഖത്തേക്ക് എത്തുകയാണ്. കളക്ട്രേറ്റിൽ 11:30 സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കൂടുതൽ നേതാക്കൾ എത്തുകയാണ്, കൂടുതൽ ശ്രദ്ധ നേടുകയാണ് വയനാട്. ഇന്നലെ വിഷയം പാർലമെന്റിലൊക്കെ ഉന്നയിച്ചിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ തെരയുകയാണ് ഇപ്പോഴും. കുറേ ആളുകൾ മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുന്നത് വലിയ ആശങ്കയാകുന്നുണ്ട്. 270 മുകളിലേക്ക് മരണസംഖ്യ. ഈ മരണസംഖ്യ എന്ന് പറയുമ്പോൾ മരണം 276, അതായത് 276 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ്. ഇതിൽ പൂർണ്ണമായും മൃതദേഹങ്ങളെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. കാരണം ഈ നേരത്തെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എവിടെ നിന്ന് ഉത്ഭവിച്ചു, ഏത് രീതിയിലാണ് ഈ ഉരുൾപൊട്ടി മണ്ണിടിഞ്ഞ് വന്നതെന്ന് കമൽ പറഞ്ഞു തന്നു. അപ്പോൾ അത്രയധികം ഒരു 10-30 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ച് ആണ് ഈ ചാലിയാറിലൂടെ കടന്ന് പോത്തുകൽ ഭാഗത്തൊക്കെ മൃതദേഹങ്ങൾ തീരത്തടിഞ്ഞത്. അപ്പോൾ അത്രയധികം ദൂരം ആ ശരീരം വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പല പാറക്കഷ്ണങ്ങളിലിടിച്ച് പലതും ഈ അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതൊക്കെ DNA പരിശോധനയൊക്കെ നടത്തി വേണം ഇനി ഒരുപക്ഷെ കണ്ടെത്താൻ, തിരിച്ചറിയാൻ.